നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പിൽ പക്ഷേ സ്റ്റേഷൻ ഭരണമൊക്കെ ഗുണ്ടകളാണ്. പോലീസും ഗുണ്ടകളും ചേർന്നാണ് ക്രമസമാധാനം നോക്കുന്നത്. ചങ്കും ചങ്കിടിപ്പുമാണത്രേ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ഇഴപിരിയാത്ത ബന്ധം. ശമ്പളം തികയാത്തതുകൊണ്ട് കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് കൈമടക്ക് വാങ്ങി അർമാദിക്കുന്ന പോലീസുകാർ ആഭ്യന്തര വകുപ്പിന് മുതൽക്കൂട്ടാണ്. പിണറായിക്ക് അഭിമാനിക്കാം മികച്ച ഒരു സേനയെ ഇങ്ങനെ കുത്തഴിച്ചു വിട്ടതിന്. ആഭ്യന്തരം രാജിവെച്ച് ചരയ്ക്കാൻ പോയിക്കൂടെ എന്നാണ് മുഖ്യനോട് നാട്ടുകാർ ചോദിക്കുന്നത്. സംസ്ഥാനത്ത് 1.5 വർഷത്തിനിടെ 500-ലധികം ഗുണ്ടകൾ വർദ്ധിച്ചതായി പോലീസിന്റെ കണക്ക്. ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസ് കണക്കെടുത്തത്. 2022 അവസാനം പോലീസ് തയ്യാറാക്കിയ കണക്കനുസരിച്ച് ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ സജീവമായ 2272 പേരാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ശേഖരിച്ച കണക്കനുസരിച്ച് 2815 ഗുണ്ടകളുണ്ട്. 500-ലധികം ഗുണ്ടകൾ പുതുതായി പട്ടികയിലേക്ക് വന്നു. ഗുണ്ടകൾ കൂടിയതോടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കൂടി. 1.5 വർഷത്തിനിടെ 438 കൊലപാതകങ്ങളും 1358 വധശ്രമ കേസുകളും റിപ്പോർട്ട് ചെയ്തു. മുൻവർഷങ്ങളിൽ മാസം ശരാശരി 26 കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഈ വർഷം അത് 33 ഗുണ്ടകൾ ജയിലിൽ നിന്നിറങ്ങിയ ഗുണ്ടാ നേതാവിന് പരസ്യമായി പാർട്ടി നടത്തുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് പോലീസിന്റെ അലംഭാവമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് ഗുണ്ടാ പട്ടിക ഇന്റലിജൻസ് ശേഖരിച്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല. രാഷ്ട്രീയ ബന്ധവും ഉദ്യോഗസ്ഥ ഗുണ്ടാ ബന്ധവും നടപടികൾക്ക് തടസ്സമായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റേഷന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു. ഇങ്ങനെ മാറി വന്ന ഉദ്യോഗസ്ഥർ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ താൽപര്യം കാണിച്ചില്ല. 2000-ലധികം പേരുടെ പട്ടിക നൽകിയെങ്കിലും 150-ൽ താഴെ ഗുണ്ടകളെയാണ് അറസ്റ്റ് ചെയ്തത്. ഗുണ്ടകൾക്കൊപ്പം ലഹരി സംഘങ്ങളും പിടിമുറുക്കിയതായാണ് പോലീസ് റിപ്പോർട്ട്. 2024 ഏപ്രിൽ വരെ ഉണ്ടായ 140 കൊലപാതകങ്ങളിൽ കൂടുതലും ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. കേരളം ഭരിക്കുന്നത് ഇവരൊക്കെയാണ്. പോലീസ് വെറും നോക്കുകുത്തി. കഴിഞ്ഞ ദിവസമാണ് ഗുണ്ടാ നേതാവ് ചാനൽ ചർച്ചയിൽ വരെ പങ്കെടുത്തത്. അതും പോട്ടെ, തൃശൂരിൽ പാടശേഖരത്ത് 4ഓളം കൊലപാതക കേസുകളിൽ പ്രതിയായ കൊടും ക്രിമിനൽ 60ഓളം ഗുണ്ടകൾക്ക് കള്ളും ലഹരിയും ഒരുക്കി പാർട്ടി കൊടുത്തു. ഈ വിവരം അറിഞ്ഞു ചെന്ന പോലീസും അവർക്ക് ഒത്താശ നിന്നു. ഒരു കൊലപാതക കേസിൽ കോടതി വെറുതെ വിട്ട സന്തോഷത്തിലാണ് പാർട്ടി നടത്തിയത്. പോലീസ് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അച്ഛൻ മരിച്ചപ്പോൾ ചടങ്ങുകൾ നടത്താൻ പറ്റിയില്ല, എല്ലാവരെയും വിളിച്ച് സദ്യ കൊടുക്കുകയാണെന്ന്. അതും കേട്ട് തിരിച്ചു പോകുന്ന നല്ല ബെസ്റ്റ് പോലീസാണിവര്. ഈ പാർട്ടിയുടെ റീല് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ആവേശം സിനിമയിലെ ഇലുമിനാട്ടി സോങ് ഇട്ടാണ് പാർട്ടി കൊഴുപ്പിച്ചത്. മദ്യക്കുപ്പി കൊണ്ടുപോകുന്നതും ആയുധങ്ങൾ കയ്യിലുള്ളതുമെല്ലാം ഈ റീലിലുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഇത്തരം വീഡിയോകളും വാർത്തകളും കണ്ട് ഞെട്ടിയ മലയാളി ഇതൊക്കെ ഇപ്പോൾ കൺമുന്നിൽ കാണുകയാണ്. പ്രബുദ്ധരാണ് നമ്മൾ, പ്രബുദ്ധ മലയാളികൾ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ. പക്ഷേ കപ്പിത്താൻ ടൂറിലാണ്.